ലാൽ സാറിൻ്റെ ഒരു ഫൈറ്റ് നേരി കാണുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടൻ നേരി കാണുക, അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് കാണുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മുഹൂർത്തങ്ങളായിരുന്നു. ഓക്കെ, ക്യാരക്ടർ ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഈസ് എ ഫൈറ്റർ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 2 സിനിമകൾ ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സിനിമയാണ് പുള്ളി. ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്നത് ഈ ഫൈറ്റ്സ് ഡിസൈൻ ചെയ്യാനാണ്. ഫൈറ്റ്സ് എൻഗേജിങ് ആക്കി ഒരു കഥ പറച്ചിലിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്ത് ലാലേട്ടൻ്റെ മാസ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ആ സ്കോറെല്ലാം ചെയ്തിരിക്കുന്നത്. സോ ഐ തിങ്ക് ഞങ്ങൾ നല്ലൊരു ബാലൻസ് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാം, അതും വളരെ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിലൊക്കെ അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാര്യം അതിനകത്ത് ഭയങ്കരമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റൺ സിൽവ എന്ന് പറയുന്നൊരു കോറിയോഗ്രാഫർ, ഫൈറ്റ് കോറിയോഗ്രാഫർ. അപ്പം ഷൂട്ടിൻ്റെ മുമ്പ് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റിൻ്റെ ഇമോഷൻ എന്താണെന്ന് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ മാസ്റ്റർ ആ ഇമോഷനിൽ നിന്നാണ് ഫൈറ്റ് കോറിയോഗ്രാഫി. എല്ലാവരും കോരിസ്തരിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് അതിൽ, ആ ജമ്പ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിനകത്ത് പല സീക്വൻസിനെ കുറിച്ചും. അടി എന്ന് പറയുന്ന സ്ഥലത്ത് അടിക്കുക. സാറ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനോട് പറഞ്ഞ പേപ്പറിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ പടത്തിലുണ്ടാകും. എന്തോ ചെയ്താലും എവിടെ തട്ടിയാലും മുറിയുകയും അതുപോലത്തെ റിസ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഒരു ഷൂട്ട്. കാരണം ഒറിജിനലായിട്ട് പോലീസ് സ്റ്റേഷൻ ഉള്ളത് അടിച്ചു കുളിച്ച് അതിനകത്തും വരുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ട്രെയിൻ ഫൈറ്റ് തരുൺ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാമറയാണെങ്കിലും അതിൻ്റെ എഡിറ്റാണെങ്കിലും അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി വളരെ സ്ലിപ്പായിട്ടുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ ഷൂട്ട് ചെയ്യുന്ന മഴയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടൈമിങ് എങ്ങനെ വരും, അല്ലെങ്കിൽ ആരെങ്കിലും സ്ലിപ്പാവുമോ, അത് വളരെ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഇതായിരുന്നു. ദൈവാധീനം കൊണ്ട് അങ്ങനെയുള്ള സംഭവിച്ചില്ല. സോ ത്രൂ ഔട്ട് ദ പ്രോസസ് വിഷ്ണുവും തരുണും നമ്മുടെ മ്യൂസിക് ടീമൊക്കെ ആയിട്ടുള്ളൊരു കമ്പൈൻഡ് ഡിസ്കഷൻ ആൻഡ് ഒരു എന്താ പറയുക ഒരു ബാക്ക് ആൻഡ് ഫോർത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐ തിങ്ക് ദീസ് ഫൈറ്റ്സ് ആർ കം ഔട്ട് വെൽ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനുള്ളൊരു ഫോക്കസും പിന്നെ അതല്ല അതിൻ്റെ കഥാപരമായിട്ട് അതിലുള്ളൊരു ഇമോഷൻ അതിൻ്റെ ഫുള്ളസ്റ്റിൽ ഡെലിവറി ചെയ്യുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ടോട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫൈറ്റുകൾ ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു പ്രയോജനം ഈ തുടരുന്ന സിനിമയിലുണ്ട്. അത് എല്ലാവരും എടുത്ത് പറയുന്നത് ഈ ഫൈറ്റിനെ കുറിച്ചാണ്. അടിയുടെ കാരണം ജെന്യൂൻ ആകണം, അല്ലാണ്ട് വെറുതെ ഒരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ ലാലേട്ടനെ ആഘോഷിക്കാൻ നമുക്ക് പറ്റില്ല. അടിയറ എന്ന് തിയേറ്ററിൽ പ്രായഭേദമന്യേ അച്ഛനും അമ്മയും അമ്മമാരും അപ്പൂമാരും ഒക്കെ അടിയടാവനെ എന്ന് പറയുന്ന സമയത്ത് വേണം അടികൾ സംഭവിക്കാൻ. അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്.